ഹായ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോണത് അബൌട്ട് ഡെമോക്രസി. നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസാണ് തിങ്കിങ് ഡെമോക്രാറ്റിക്കലി. ഓക്കെ, അതത്ര ഈസി ആയിട്ടൊരു നടക്കാവുന്ന ഒരു കാര്യമല്ല തിങ്കിങ് ഡെമോക്രാറ്റിക്കലി എന്നുള്ളത്. പക്ഷേ അത് പലരും മിസ്യൂസ് ചെയ്യും. ഐ ആം തിങ്കിങ് നോട്ട് ഈസിയസ്റ്റ് തിങ് ടു തിങ്ക് ഡെമോക്രാറ്റിക്കലി. ഇറ്റ്സ് ലിക്ക് ലോട്ട് ഓഫ് എഫേർട്ട്. ഓക്കെ, ഒരുപാട് എഫേർട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള തിങ്കിങ്. ഡെമോക്രസി പറയുമ്പോൾ നോർമലി നമുക്ക് ഡയറക്റ്റായി വരുന്ന ഒരു ഡെഫിനിഷനാണ് പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. ഓക്കെ, അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ തന്നെ നയിക്കുന്ന പീപ്പിൾസ്. ഓക്കെ, അതായത് എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഓൺലി അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാറ്റഗറി അവിടെ സ്പെസിഫൈ പറയില്ല. പീപ്പിൾസ് എന്നാ പറയുന്നത്. ഏതെങ്കിലും പർട്ടിക്കുലർ അവിടെ റിച്ച് എന്ന് പറയുന്നില്ല, പൂർ എന്ന് പറയുന്നില്ല, ഇന്ന റിലീജിയൻ പറയുന്നില്ല, ഇന്ന കളർ പറയുന്നില്ല, ഒന്നുമില്ല. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഡെമോക്രസി. ഓക്കെ, ഡെമോക്രസി സിമ്പിൾ മീനിങ് ഈസ് ഫോർ എവ്രി വൺ, അല്ലേ? എവ്രി വൺ. ഒരു വ്യക്തിക്ക് അവിടെ വലിയ മുൻഗണനയില്ല, ഒരു വ്യക്തിക്ക് പിൻഗണനയുമില്ല, അല്ലേ? ഒരാൾ മുന്നിലാണെന്നുള്ള ഒരു ഇതുമില്ല, ഒരാൾ പിന്നിലാണെന്നില്ല. എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ അവിടെ ഓപ്പൺ ആക്കി നിൽക്കണം. എല്ലാ വ്യക്തികളുടെ ലൈഫും ഓക്കെ ആയിരിക്കണം, എല്ലാവരും ഹാപ്പി ആയിരിക്കണം, ഇല്ല എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടണം എന്ന് ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയാൻ കഴിയുക. പക്ഷേ ഇറ്റ്സ് നോട്ട് എ ഈസിയസ്റ്റ് തിങ്. ഇറ്റ്സ് നോട്ട് എ ഈസിയസ്റ്റ് തിങ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹ്യൂമൻ ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി ചിന്തിക്കുന്ന വ്യക്തിയല്ല. ഹ്യൂമൻ എപ്പോഴും തനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, കാരണം തൻ്റെ രീതിയിലേക്ക് മറ്റെല്ലാത്തിനെയും ആകർഷിപ്പിച്ചെടുക്കുക എന്ന ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് ഹ്യൂമൻ. ഒരിക്കലും ഹ്യൂമൻ എല്ലാവർക്കും വേണ്ടി ചിന്തിക്കില്ല. ഹ്യൂമൻ എപ്പോഴും എനിക്കിഷ്ടത്തിനെ ചിന്തിക്കുക എന്ന രീതിയിൽ. ഇപ്പോൾ നമ്മളൊരു 4 പേരായിട്ട് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള ഫുഡായിരിക്കും. ഓക്കെ, അപ്പോൾ 4 പേർക്ക് എന്തായിരിക്കും ബെറ്റർ എന്നതിനേക്കാളും കൂടുതൽ നമ്മൾ സജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓരോ വ്യക്തിയും അവർക്ക് വേണ്ടത് മറ്റുള്ളവരെടുക്കട്ടെ എന്ന രീതിയിലേക്ക് എടുക്കും. ഓക്കെ, എല്ലാവരും അങ്ങനെയാണ്. അതായത് താൻ എന്താണോ അത് കൂടുതൽ ബെറ്ററായി ചെയ്യാനും തന്നിലേക്ക് മറ്റതിനെ ആകർഷിപ്പിച്ചെടുക്കാനും ശ്രമിക്കുന്നവരാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റതിനെ സപ്രസ് ചെയ്യേണ്ടി വരും. അതായത് ഒന്നും മറ്റൊന്നിനെ ഡോമിനേറ്റ് ചെയ്യും. അവിടെ ഡെമോക്രസി ഇല്ലാതെയായിരിക്കും. ഡയറക്റ്റായിട്ടും ചെയ്യും, ഇൻഡയറക്റ്റായിട്ടും ചെയ്യും. ഓക്കെ, ഇൻഫ്ലുവൻസ് ഒക്കെ പറയുന്നത് ഓൾമോസ്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെമോക്രസി ടേക്ക് ഓവറെയാണ്. നമ്മൾ മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്ത് അയാൾ നമുക്ക് ഫേവറബിളായി ചിന്തിക്കുക, ആ വ്യക്തി എല്ലാം ബെറ്ററായിട്ട് ചിന്തിച്ചിട്ട് നമുക്ക് ഫേവറബിൾ വരുമ്പോൾ ഓക്കെ ഡെമോക്രസി. പക്ഷേ നമ്മൾ ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓക്കെ തെറ്റായി ഇൻഫ്ലുവൻസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈസിയസ്റ്റ് തിങ് അതാ പറഞ്ഞത്, എല്ലാ മനുഷ്യനും താൻ പറയണത് അല്ലെങ്കിൽ താൻ വിചാരിക്കുന്നത് താൻ വിശ്വസിക്കുന്നതാണ് നല്ലത്, മറ്റത് നല്ലതല്ല എന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ദൈവവിശ്വാസികളല്ലാത്തത് മോശമാണ് എന്ന് പറയുന്ന ആൾക്കാർ, അതായത് ഇതാണ് നല്ലത് മറ്റത് മോശമാണ് എന്ന രീതി. അതേപോലെ എത്തിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എപ്പോഴും പറയുക എത്തിസ്റ്റമാണ് ബെറ്റർ, ദൈവത്തിൽ വിശ്വസിക്കുന്നതിലൊന്നും അർത്ഥമില്ല, അതൊന്നും ദൈവമൊന്നും ഇല്ല, അങ്ങനെ. അപ്പോൾ എപ്പോഴും താൻ വിശ്വസിക്കുന്ന നല്ലതും മറ്റൊന്ന് മോശമാണ് എന്ന് ചിന്തിക്കാനാണ് എല്ലാ ഹ്യൂമണിനും ഇഷ്ടം. അല്ലെങ്കിൽ തൻ്റെ വ്യൂ ആണ് ഏറ്റവും ബെറ്റർ, യുവർ വ്യൂസ് നോട്ട് ഗുഡ് ഇനഫ് എന്ന രീതിയിൽ പോർട്രേ ചെയ്താനാണ് എല്ലാ ഹ്യൂമനും ഇഷ്ടം. ഓക്കെ, അതായത് തന്നിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യപ്പെടുത്തുക, തന്നിലേക്ക് കൂടുതൽ അറ്റൻഷൻ കൊണ്ടുവരിക, തന്നിലേക്ക് കൂടുതൽ ബെറ്റർ തിങ് കൊണ്ടുവരിക എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഹ്യൂമൻസിനുള്ളത്. അപ്പോൾ അവിടെയുള്ള പ്രശ്നം പറഞ്ഞാൽ വെൻ ദർ ഈസ് എ ഇൻക്രീസ് ഇൻ സംവേർ, ഒരവിടെ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി മറ്റൊരു പ്ലേസിൽ ഡിക്രീസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്ലെയിം ചെയ്യുന്ന എക്സ്ട്രാ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മറ്റൊരാളുടെ ആണ്. ഓക്കെ, നമ്മൾ എന്തെല്ലാം എക്സ്ട്രാ ആയിട്ട് ക്ലെയിം ചെയ്യണോ അതെല്ലാം ഇപ്പോൾ ഒരു 1 hourൻ്റെ പ്രോഗ്രാം ഉണ്ട് വയ്ക്കുക, ഞാൻ അത് 10 പേർക്ക് വേണ്ടി അലോട്ട് ചെയ്യണ ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന എല്ലാ എക്സ്ട്രാ ടൈമും മറ്റൊരു വ്യക്തിയുടെയാണ്. ഓക്കെ, മറ്റൊരു വ്യക്തിയുടെ എക്സ്ട്രാ ടൈമാണ് ഞാൻ ക്ലെയിം ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക് എന്തായി അവിടെ ഡെമോക്രസി ഇല്ലാതെയാണ്. ഓക്കെ, ഡയറക്റ്റായിട്ട് ഞാൻ ക്ലെയിം ചെയ്യും, ഇൻഡയറക്റ്റായിട്ടും ക്ലെയിം ചെയ്യും. ഓക്കെ, എനിക്ക് മാക്സിമം അലോഡ് ആയിട്ടുള്ള ഒരു ടൈമുണ്ട്. ഓക്കെ, ഇത് അത്രമാത്രം ഞാൻ എടുക്കുക, അതിൽ കൂടുതൽ എനിക്ക് യോഗ്യതയില്ല എന്ന് സ്വയം അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ കഴിയുമ്പോൾ ഓക്കെ അത് എൻ്റെ സ്പേസ് ഇത്ര മാത്രമാണ്, ബാക്കിയെല്ലാം മറ്റൊരാളുടെയാണ്, അല്ലെങ്കിൽ തൻ്റെ വ്യൂസിന് എത്ര വാല്യൂ ഉള്ളൂ, താൻ ചിന്തിക്കുന്നതിന് ഇത്ര വാല്യൂ ഉള്ളൂ, അതായത് ഞാൻ ചിന്തിക്കുന്നതാണ് ബെറ്റർ, ഞാൻ പറയണതാണ് ശരി, അല്ലെങ്കിൽ ഇതാണ് നല്ലത് എന്ന ചിന്താഗതിയിലേക്ക് ഒതുങ്ങുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ പീപ്പിൾസിനെ ഒരിക്കലും ഡെമോക്രാറ്റിക് ആവാൻ പറ്റില്ല. ഡെമോക്രാറ്റിക്കായി ചിന്തിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് തോൽക്കുവാനുള്ള മനസ്സ് വേണം. ഓക്കെ, വിട്ടുകൊടുക്കാനുള്ള മനസ്സ് വേണം. ഓക്കെ, പിന്നോട്ട് നിൽക്കാനുള്ള മനസ്സ് വേണം. പല വ്യക്തികൾക്കും അല്ലെങ്കിൽ പല ഹ്യൂമൻസിനും അതില്ല. ഹ്യൂമൻസിന് എപ്പോഴും താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മുന്നിൽ താനായിരിക്കണം. എല്ലാ കാര്യത്തിലും എന്ത് തന്നെയാണെങ്കിലും താൻ മുന്നിൽ എല്ലാം. ഇപ്പോൾ മരിച്ചു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡെഡ് ബോഡി ആയിരിക്കേണ്ടത് ഞാനാണ്, അതായത് മെയിൻ പേഴ്സൺ എപ്പോഴും ഞാനായിരിക്കണം, എല്ലാത്തിലും ഞാനായിരിക്കണം ബെറ്റർ,
അല്ലെങ്കിൽ തൻ്റെ വ്യൂസാണ് ബെറ്റർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ താൻ പറയുന്നതാണ് ബെറ്റർ എന്ന രീതിയിൽ പോർട്രേ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒന്നിനെ ബെറ്റർ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് മറ്റൊന്ന് വീക്കാകണം. ഓക്കെ, ഒന്നിനെ ബെറ്റർ ആക്കുമ്പോൾ അവർക്കാവും. അപ്പോൾ അതൊരു ഡോമിനേഷൻ അവിടെ വരും. എവിടെ ഒരു ഡോമിനേഷൻ നടക്കണം അവിടെ ഡെമോക്രസി ഉണ്ടാകില്ല. അത് നമ്മൾ ഇൻഡയറക്റ്റായിട്ടും ഡോമിനേറ്റ് ചെയ്യും, ഡയറക്റ്റായിട്ടും മോണിറ്റർ ചെയ്യും. ഡയറക്റ്റായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും, ഇൻഡയറക്റ്റായി ഡോമിനേറ്റ് ചെയ്യാൻ അറിയാൻ പറ്റില്ല. ഓക്കെ, കാരണം അത് ഇല്ലാതെയാവും, മറ്റൊന്നിനെ ഇല്ലാതാക്കുക. അപ്പോൾ എപ്പോഴും നമുക്ക് എപ്പോഴും എനിക്ക് എത്രത്തോളം വ്യൂസ് ഉണ്ടോ അതേപോലത്തെ മറ്റു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യൂസിനെ റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയുമ്പോഴാണ് നമുക്ക് ഡെമോക്രസി ഓപ്പൺ ആക്കുക. അതായത് എനിക്ക് എൻ്റെ വ്യൂസ് ഇതാണ് എന്ന രീതിയിൽ ഞാൻ പറയും, ഇതാണ് നല്ലത് എന്ന് ഞാൻ പറയില്ല. ഓക്കെ, ഇതാണ് ബെറ്റർ എന്ന രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കാറില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? ഞാൻ എൻ്റെ വ്യൂസിന് എത്ര റെസ്പെക്റ്റ് കൊടുക്കണോ അതേ റെസ്പെക്റ്റ് തന്നെ മറ്റൊരാളുടെ വ്യൂസും കൊടുക്കും. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഗുഡ് ഓർ ബാഡ്, അങ്ങനെ തോട്ടേ ഞാൻ അവിടെ എടുക്കാറില്ല. ഇറ്റ്സ് ദ ഗ്രേറ്റ് തിങ്, ദ ബാഡ് തിങ് എന്നുള്ളത് അതൊക്കെ പ്രൂവ് ചെയ്യേണ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എൻഡ് ഓഫ് ദ ഡേ. ഓക്കെ, ഇപ്പോൾ പഠിക്കുന്നതാണോ കളിക്കുന്നതാണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതാണ് നല്ലത് അതാണ് നല്ലത് പറയാനില്ല. എൻഡ് ഓഫ് ദ ഡേ വിച്ച് ഈസ് ബ്രിങ്ങിങ് ബെറ്റർ എന്നത് നമുക്ക് അറിയാൻ പറ്റും. അത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊരു പറഞ്ഞ് പ്രസ്താവിക്കാനോ ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വ്യൂസിനാണ്, എൻ്റെ വ്യൂസ് ഇതാണ് എൻ്റെ വ്യൂസ്, വാട്ട് ഈസ് യുവർ വ്യൂസ് എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കാറുള്ളൂ എന്നല്ലാതെ ഇതാണ് ശരി എന്ന രീതിയിൽ ചിന്തിക്കാനോ സംസാരിക്കാനോ പോർട്രേ ചെയ്യാനോ എനിക്കിഷ്ടമല്ല. പക്ഷേ പീപ്പിൾ ലൈക്ക് ടു ഡു ദാറ്റ് അല്ലേ, അതായത് തന്നെ ബെറ്റർ ആക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഇല്ലാതാക്കും. ഓക്കെ, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യമാണ് എൻ്റെ സ്പേസ് ലിമിറ്റഡ് ആണ്. ഈ ലിമിറ്റഡ് ആയുള്ള സ്പേസിൽ ഞാൻ ജീവിച്ചു പോവുക എന്നത് മാത്രമാണ്. മറ്റേ സ്പേസ് ഒന്നും എൻ്റെ അല്ല, അവിടെ എന്ത് വേണമെങ്കിൽ നടന്നോട്ടെ, അത് എൻ്റെ കാര്യമല്ല, അല്ലെങ്കിൽ അതിലൊന്നും എനിക്ക് റോളില്ല. അങ്ങനെയാവും. ഞാനൊരു ദൈവവിശ്വാസിയായിരിക്കാം, ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, മറ്റൊരാൾ ദൈവം വിശ്വസിക്കാതിരിക്കട്ടെ, അതും നല്ലത്. ഞാൻ എപ്പോഴും കോ എക്സിസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണ്. ഒരിക്കലും ഈ ഒരു കാര്യം തന്നെ എക്സിസ്റ്റ് ചെയ്യണം, ബാക്കിയെല്ലാം ഇല്ലാതാകണം എന്ന് ചിന്തിക്കണം. എല്ലാ കാര്യങ്ങളും എക്സിസ്റ്റ് ചെയ്ത് നിൽക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ഇഷ്ടമുള്ള രീതിയിലും എക്സിസ്റ്റൻസ് ഉണ്ടാകും, മറ്റൊരു കാര്യങ്ങൾക്ക് എക്സിസ്റ്റൻസ് ഉണ്ടാകണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് ഐ ലൈക്ക്. ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ എങ്ങനെ ചോദിക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിക്കറ്റിന് ഇഷ്ടമുള്ള വ്യക്തികൾ എപ്പോഴും സംസാരിക്കുക അങ്ങനെ വരുന്നത് ക്രിക്കറ്റാണ് ബെറ്റർ, ഫുട്ബോൾ ബെറ്റർ അല്ല, അല്ലെങ്കിൽ ഹോക്കി ബെറ്റർ അല്ല, അത് ബെറ്റർ അല്ല, ഇതെല്ലാം. അപ്പോൾ ഇത് ഒരാൾക്ക് ഒരു കാര്യത്തിനോട് താല്പര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക് മറ്റൊന്നിനോട് ഇല്ല ബെറ്റർ അല്ല എന്ന രീതിയിൽ പോർട്രേ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും ഇവിടെ നിലനിൽക്കണം എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഡെമോക്രസി. നമ്മൾ ചിന്തിക്കണ നമ്മളുടെ കാര്യത്തിന് അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് ഓപ്പോസിറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കഴിയുമ്പോൾ അല്ല, എല്ലാത്തിനും ഒരു തുല്യമായ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ തുല്യമായ പരിഗണന നമുക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കേട്ടോ, അതായത് ഓപ്പർച്യൂണിറ്റി അല്ല, എല്ലാ കാര്യങ്ങൾക്കും തുല്യമായി ജയിക്കാനുള്ള സാധ്യതയുണ്ടാകും. ഇപ്പോൾ നിങ്ങളൊക്കെ മെജോറിറ്റി പീപ്പിൾസിന് അങ്ങനെയാണ്, നിങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ, പക്ഷേ വിജയം നമുക്ക് തന്നെ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണ്. അതായത് നമ്പർ 1 ഞാൻ എപ്പോഴും ആയിരിക്കും, നിങ്ങൾ വേണമെങ്കിൽ നമ്പർ 2 ആയിക്കോ. എല്ലാവർക്കും അവസരം ഞാൻ തരാം, പക്ഷേ ഞാൻ പറയുന്ന പോലെ കാര്യം നടക്കാൻ പറ്റുള്ളൂ, ഞാൻ ചിന്തിക്കുന്ന പോലെ നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിക്കരുത്. നമ്മളൊരു കോമൺ പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള വ്യൂസ് എല്ലാം മാറ്റി വെക്കണം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു പ്ലേസിൽ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഒരുപാട് ഗ്യാങ്ങായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോവുകയാണെന്ന് വെക്കാം. അവിടെ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം മാറ്റി വയ്ക്കും. കാരണം ദിസ് ഈസ് എ ഒഫീഷ്യൽ തിങ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ കാര്യമാണ്. അവിടെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം ഞാൻ കൊണ്ടുവയ്ക്കില്ല. എനിക്കിഷ്ടമുള്ള സിനിമയല്ല ഞാൻ അവിടെ കൊണ്ട് വയ്ക്കുക. ഓക്കെ, എനിക്കിഷ്ടമുള്ള സിനിമ ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്ന് കാണും. ഓക്കെ, അതൊരു ഗ്രൂപ്പിനാണ്. എല്ലാ വ്യക്തികൾക്കും അവിടെ എന്താ പറയുക ഒപ്പീനിയൻസ് ഉണ്ടാകും. ആ സമയത്ത് നമ്മളൊരിക്കലും നമ്മുടെ ഒപ്പീനിയൻ മറ്റൊരാളുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം വീക്കസ്റ്റ് പീപ്പിളിനെ റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവില്ല. ഓക്കെ, അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് എപ്പോഴും വീക്കസ്റ്റിനെ ഡോമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വ്യക്തി വീക്കസ്റ്റുകളുടെ ഇഷ്ടങ്ങളെ സപ്രസ് ചെയ്ത് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കും. ഓക്കെ, ഇതാണ് നടക്കുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവിടെ ഡെമോക്രസി അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കും, പക്ഷേ അവർക്ക് ഒരിക്കലും അവരുടെ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സ്പേസേ ഉണ്ടായില്ല. ഓൺലി തിങ് ദേ ആർ എന്താ പറയുക പാർട്ടിസിപ്പൻറ്റ് മാത്രമാണ്. അപ്പോൾ ഒരു വ്യക്തി എപ്പോഴാണോ ഒരു വീക്കസ്റ്റ് ആയിട്ടുള്ള പേഴ്സണോടുള്ള മൈൻഡ് സെറ്റ് അയാളുടെ എന്താണോ അതിനനുസരിച്ചായിരിക്കും അയാളുടെ ഡെമോക്രസി. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിറ്റുവേഷനിൽ എനിക്ക് വേണമെങ്കിൽ മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യാം ഈസി ആയിട്ട്. ഓക്കെ, ഐ എം ഗെറ്റിംഗ് ദ ഓപ്പർച്യൂണിറ്റി ടു ഐ ഹാവ് റോൾ. ഞാനത് ചെയ്യാതെ എൻ്റെ ഒരു സ്പേസിൽ മാത്രം ഞാൻ നിന്ന് പോകും. ഓക്കെ, എൻ്റെ ഒരു സ്പേസ് ഇത്രയാണ്, ഈ സ്പേസിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പുറത്തെ സ്പേസ് നിങ്ങളുടെയാണ്, അവിടെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ. അല്ലെങ്കിൽ അവൻ്റെ സ്പേസിന് നമ്മൾ എത്രത്തോളം റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ അവൻ്റെ വ്യൂസാണ്. ഞാൻ ഗോഡിൽ വിശ്വസിക്കുന്ന ആളാണ്. ഐ ഡോണ്ട് മറ്റൊരാളോട് പോയിട്ട് ദൈവത്തിൽ വിശ്വസിക്കുക അതാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയില്ല. ദൈവത്തിൽ വിശ്വസിക്കാത്ത വ്യക്തികളോട് ഞാൻ സംസാരിക്കേണ്ടത് അതിലെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, വ്യത്യസ്ത ആയിട്ടുള്ള പീപ്പിൾസിനോട് ഞാൻ സംസാരിക്കേണ്ടത് ഐ തിങ്ക് ആ രീതിയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. എന്താ പറയുക ആ കാര്യങ്ങളിൽ എന്താണ് ഉള്ളത് എന്നാണ്. ഇതാണ് ബെറ്റർ അതാണ് ബെറ്റർ എന്ന ചിന്താഗതിയെ കൊണ്ടുവരാറില്ല. ഓക്കെ, എപ്പോഴും അതാ പറഞ്ഞത് എല്ലാവർക്കും
ഒരു അക്സെപ്റ്റൻസ് വരണം. എല്ലാവർക്കും തുല്യമായ പരിഗണന. നമ്മളെപ്പോലെ തന്നെയാണ് മറ്റൊരു വ്യക്തിയും. ഓക്കെ, എൻ്റെ ലൈഫ് മോർ ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ ലൈഫ് മോർ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഹാപ്പിനെസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ മറ്റൊരാളുടെ ഹാപ്പിനെസ് ഇമ്പോർട്ടൻ്റ് ആണ്. മെജോറിറ്റി പീപ്പിൾ അവരവരുടെ കാര്യം നടത്താൻ വേണ്ടി, മേ ബി സെൽഫിഷ് പോയിന്റ് ഓഫ് വ്യൂ, അവരവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അവർ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളെ ഇല്ലാതാക്കും. ഓക്കെ, എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ മറ്റുള്ളവരുടെ സന്തോഷം ഇല്ലാതാക്കും. അവിടെ ഡെമോക്രസി പോവും. ഓക്കെ, അവിടെ ഡെമോക്രസി പോവും. അത് എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു കുറേ പേരായിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എനിക്കിഷ്ടം ഒരു ഫുഡാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ഓർഡർ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും. എനിക്കിഷ്ടം അതാണ്. ഓക്കെ, എനിക്കിഷ്ടം അതാണ്. ഓക്കെ, അപ്പോൾ അവർക്കെല്ലാം അതേ സാധനം ഓർഡർ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും. അവർക്കിഷ്ടം അതല്ല. ഓക്കെ, അപ്പം ഞാൻ പറയും ഇത് ഏറ്റവും, പിന്നെ ഞാൻ പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുക. ഓക്കെ, ദിസ് ഈസ് ദ ഹെൽത്തി ഫുഡ്, ഇതാണ് ഏറ്റവും ഇത്, അതുകൊണ്ട് ഇത് നിങ്ങളിത് കഴിച്ചാൽ മതി. അവർക്ക് അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവരത് കഴിക്കട്ടെ, എനിക്കിതാണ് ഇഷ്ടം, ഇത്രയേ കഴിക്കുള്ളൂ. പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ എന്താണോ എടുക്കുന്നത് ചോയ്സ് അത് ബെറ്ററാണ്, നിങ്ങളും ഇത് എടുത്താൽ മതി എന്ന രീതിയിൽ പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ അതാണ് സ്ട്രോങ് വിൽ ഡോമിനേറ്റ് ദ വീക്ക്. ഓക്കെ, ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ എപ്പോഴും വീക്കസ്റ്റ് ആയതിനെ ഡോമിനേറ്റ് ചെയ്തിട്ട് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം അവർ നടത്തിയെടുക്കും. ഓക്കെ, അവിടെ പോവും ഡെമോക്രസി. ഓക്കെ, അതായത് എല്ലാവരെയും നമ്മൾ ആ ഒരു ഇതിൽ കീപ്പ് ചെയ്യണമെങ്കിൽ പോലും വീക്കസ്റ്റ് പീപ്പിൾ വോണ്ട് ഗെറ്റ് വാട്ട് ദേ വാണ്ട് അല്ലേ, അവർക്ക് നഷ്ടപ്പെടും, ഇവർ നേട്ടം ഉണ്ടാക്കും. എല്ലാ സിറ്റുവേഷനിലും ഇതാണ് സംഭവിക്കാറുള്ളത്. വീക്കസ്റ്റ് വിൽ ഫോൾ, സ്ട്രോങ്ങസ്റ്റ് വിൽ പ്രിവെയിൽ. ഓക്കെ, അപ്പോൾ സ്ട്രോങ്ങസ്റ്റും വീക്കസ്റ്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് എല്ലാവർക്കും തുല്യമായ പരിഗണന വരണം. എല്ലാവർക്കും എന്താ പറയുക, അവരവരുടെ ഒരു സ്പേസ് കിട്ടണം, അല്ലെങ്കിൽ അവരവരുടെ ഒരു ഒപ്പീനിയൻ ഉള്ള സ്പേസ് ഉണ്ട്. എനിക്കൊരു ഇതുണ്ട്, കമലഹാസൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ആളുടെ ഗുരുവായിട്ടുള്ള പേര് ഞാൻ മറന്നു, ഒരു ഡയറക്ടർ പറഞ്ഞിട്ട്, കമലഹാസനോട് പറഞ്ഞിട്ട്, ഒരിക്കലും മറ്റുള്ളവരുടെ ഒരു സീന് സ്റ്റീൽ ചെയ്യരുത്, മോഷ്ടിക്കരുത്. അതായത് മറ്റൊരു വ്യക്തി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമലഹാസൻ്റെ റോള് ചിലപ്പോൾ ബാക്കിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ കമലഹാസൻ ബാക്കിൽ നിന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യണ്ട. അപ്പോൾ ഡയറക്ടർ അയാൾക്ക് കൊടുത്തിട്ടുള്ള ഒരു അഡ്വൈസാണ്, ഇത് നിൻ്റെ സീനല്ല, മറ്റൊരു വ്യക്തിയുടെ സീനാണ്, അത് നീ സ്റ്റീൽ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, കാരണം നിൻ്റെ സീൻ വരുമ്പോൾ നീ ചെയ്യും. ഓക്കെ, ഇത് മറ്റൊരാളുടെ സീനാണ്, നിൻ്റെ ഡ്യൂട്ടി പറഞ്ഞാൽ അവിടെ വെറുതെ നിൽക്കാമെന്ന് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് നീ ആ സീനും സ്റ്റീലാണ്. അപ്പം മറ്റൊരാളുടെ സീനുകൾ, മറ്റൊരാളുടെ ഓപ്പർച്യൂണിറ്റികൾ, മറ്റൊരാളുടെ സ്പേസ്, മറ്റൊരാളുടെ ഹാപ്പിനെസ്, ഇതെല്ലാം നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എന്ന് സ്റ്റീൽ ചെയ്യാതെ നോക്കുന്നു. അതായത് നമ്മുടെ ഒരു സ്പേസ് ഇത്ര മാത്രമേ എനിക്കുള്ളൂ, ബാക്കിയെല്ലാം മറ്റുള്ളവരുടെയാണ് എന്ന തോന്നൽ നമുക്ക് വരുമ്പോൾ. ഓക്കെ, അതായത് നമുക്ക് കുറച്ച് സാമർത്ഥ്യം ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നമുക്ക് നോണ്ടിയെടുക്കാം, അവരുടെ നിന്നും നമുക്ക് എടുക്കാം. ഓക്കെ, സാമർത്ഥ്യം ഉണ്ടായാൽ മതി കുറച്ച്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സെൽഫിഷ് ആയിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സന്തോഷം നമുക്ക് സ്റ്റീൽ ചെയ്ത് നമ്മൾക്ക് എടുക്കാം, മറ്റുള്ളവരുടെ ഹാപ്പി. അതാണ് ഒരവിടെ എടുത്തതിന് ഓട്ടോമാറ്റിക് മറ്റവിടെ കുറയും. മറ്റുള്ളവരുടെ ഓപ്പർച്യൂണിറ്റി നമുക്ക് സ്റ്റീൽ ചെയ്യാം. ഓക്കെ, മറ്റുള്ളവരുടെ ബെറ്റർ തിങ് നമുക്ക് സ്റ്റീൽ ചെയ്യാം. എപ്പോഴാണ് തന്നെ, അതായത് നമുക്ക് എത്രത്തോളം ഓരോ കാര്യങ്ങൾ വേണോ അതേപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും അത് വേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഡെമോക്രാറ്റിക്കായി ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം എന്നെപ്പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊരു വ്യക്തി. ഞാൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന വ്യക്തി തന്നെയാണ്, അതേപോലെ തന്നെയാണ് മറ്റൊരാളും കളിക്കേണ്ടത്. ഞാൻ തോൽക്കേണ്ട അവിടെ ഞാൻ തോൽക്കുക തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ് ഞാൻ. അല്ല, എല്ലാ കളിയും ഞാൻ ജയിച്ചു തന്നെ, അത് ഡെമോക്രസി അല്ല. ഓക്കെ, ഏറ്റവും ജയിക്കാൻ യോഗ്യതനാരാണോ ആ വ്യക്തി ജയിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതാണ്. അതിനെ എന്നെ പ്രിപ്പയർ ചെയ്യുക എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുള്ളൂ. ഞാൻ ഒരിക്കലും എല്ലാ കാര്യങ്ങളിലും ഞാനായിരിക്കണം ബെറ്റർ ഓക്കെ എന്ന് ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ തോക്കേണ്ട അവിടെ ഞാൻ തോക്കുക തന്നെ വേണം, ഞാൻ നഷ്ടപ്പെടുത്തേണ്ട അവിടെ ഞാൻ നഷ്ടപ്പെടുത്തുക തന്നെ വേണം. ഞാൻ ഒന്നും അല്ലാത്ത അവിടെ ആകേണ്ട സിറ്റുവേഷനിൽ ഞാൻ എന്നാൽ മാത്രമേ മറ്റൊരാൾ ഹീറോ ആവാൻ പറ്റുള്ളൂ. ഞാൻ വില്ലനാവേണ്ട അവിടെ ഞാൻ വില്ലനാകുക തന്നെ വേണം, മറ്റൊരാൾ ഹീറോ. അപ്പോൾ എല്ലാവർക്കും അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ്, എല്ലാവരും ഹീറോ ആകാനുള്ള ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആക്കുക, എല്ലാവരുടെയും ബെറ്റർ തിങ്സ് സംഭവിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആക്കുക. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ ഡെമോക്രാറ്റിക് ആകാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അതിന് കിട്ടണം. അതായത് ഡോമിനേഷനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് ചെയ്യാതിരിക്കുക. ഓക്കെ, നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പലവിടെയും, നമ്മളെ മറ്റുള്ളവരുടെ ഓവർ ഷാഡോ ചെയ്ത് നമുക്ക് നിൽക്കാൻ പറ്റും. ഓക്കെ, ധോണി പറഞ്ഞിട്ടുണ്ട് ഒരു തവണ. ഓക്കെ, ധോണി നമ്മുടെ ക്യാപ്റ്റൻ ധോണി കപ്പടിച്ച് തന്നെ ധോണി ഒരിക്കലും ആ ഫോട്ടോ ഫേസ് ചെയ്യാൻ വേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ ഒരു തവണ ഒരാൾ ചോദിച്ചു, ഇങ്ങനെ ധോണിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ കപ്പ് കൊടുക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കാത്തത്, എപ്പോഴും പിന്നിൽ പോയി നിൽക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ധോണി പറഞ്ഞ ആൻസർ ആയിരുന്നു, നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആൾറെഡി 20 മിനിറ്റ്സ് ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു. അതായത് എനിക്ക് ഓവർ എക്സ്പോഷർ നിങ്ങൾ ആൾറെഡി തന്നു കഴിഞ്ഞു. ഓക്കെ, അതായത് ഇതൊരു ടീം ഗെയിമാണ്. ഓക്കെ, ടീം ഗെയിമിൽ നിങ്ങൾ ആൾറെഡി എനിക്ക് 20 മിനിറ്റ് എക്സ്പോഷർ തന്നു കഴിഞ്ഞു. ഇനി ഞാൻ അവിടെ പോയിട്ട് ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് എ അൺഫെയർ തിങ്. ഓക്കെ, ആൾറെഡി ഇതൊരു ടീം ഗെയിമാണ്, നിങ്ങൾ എനിക്ക് ആൾറെഡി എക്സ്പോഷർ തന്നു കഴിഞ്ഞു, ഇനിയും ഞാൻ പോയി ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് അൺഫെയർ, അതുകൊണ്ടാണ് ഞാൻ പിന്നിൽ പോയി നിൽക്കണമെന്ന് പറയും. അപ്പോൾ പലരുടെയും തന്നെ പോലെ തന്നെ മറ്റുള്ളവരും എന്ന് ചിന്തിക്കാൻ കഴിയണം. ഓക്കെ, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും മാറി നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അത് നമ്മുടേതല്ല മറ്റൊരാളുടെയാണ്
എന്നുള്ളത് തോന്നൽ നമ്മുടെ ബ്രെയിനിൽ വരണം. ഇതെൻ്റെ അല്ല, ഇതെൻ്റെ സിറ്റുവേഷൻ അല്ല, ഇതെൻ്റെ സീനല്ല, ഓക്കെ, അല്ലെങ്കിൽ ഇതെൻ്റെ സ്പേസ് അല്ല, മാറി നിൽക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ്. പക്ഷേ മനുഷ്യന് ഇത് വരില്ല. മനുഷ്യനെല്ലാം നേടാനുള്ളൊരു മൈൻഡേ വരുള്ളൂ. എല്ലാം എനിക്ക് വേണം, എല്ലാം എനിക്ക് വേണം, ഈ ഒരു ചിന്താഗതിയേ വരുള്ളൂ. അങ്ങനെ ചിന്താഗതി വരുന്ന സമയത്ത് അവിടെ ഡെമോക്രസി നഷ്ടപ്പെടും. ഡെമോക്രസി നഷ്ടപ്പെടുന്ന ലൈഫ് നഷ്ടപ്പെടും. ഓക്കെ, സം പീപ്പിൾ വിൽ ഗെറ്റ് ലൈഫ്, മെജോറിറ്റി വോണ്ട് ഗെറ്റ് ലൈഫ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ പലതും ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പല വ്യക്തികൾക്കും അവരുടെ ലൈഫ് നഷ്ടപ്പെടും. ഓക്കെ, അവരുടെ സന്തോഷം നടത്തുകയും അവൻ്റെ ഫ്രീഡം നഷ്ടപ്പെടും, അവൻ്റെ ഒരു ഇത് നഷ്ടപ്പെടും. അപ്പോൾ തന്നെ പോലെ തന്നെ മറ്റുള്ളവരും എല്ലാത്തിനും അർഹിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ബ്രെയിനിലുണ്ടാവണം. നമ്മൾ ഓവറായിട്ടൊന്നും എടുക്കരുത്. ഓക്കെ, നമ്മുടെ ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് മാത്രം നമ്മൾ എടുക്കുക. നമുക്ക് അനുവദിച്ച സമയമുണ്ട്, അത് മാത്രം നമ്മൾ എടുക്കുക. നമുക്ക് അനുവദിച്ച സ്പേസ് ഉണ്ട്, അത് മാത്രം നമ്മൾ എടുക്കുക. അതിൽ കൂടുതൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ പോലും ഡോണ്ട് ഗോ ഫോർ ദിറ്റ്. അത് നമ്മുടേതല്ല എന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇറ്റ്സ് നോട്ട് മൈൻ, ഇത്ര മാത്രമേ എനിക്കുള്ളൂ, ബാക്കിയെല്ലാം മറ്റൊരാളുടെയാണ്. മറ്റതും നല്ലതാണ്, ആ വ്യക്തിക്കും അത് അർഹിക്കുന്നുണ്ട്. അതിപ്പോൾ എന്ത് തന്നെ ആയാലും ശരി, എൻ്റെ തോട്ട് എൻ്റെ മാത്രം തോട്ടാണ്, അതൊരിക്കലും ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റൊരാളുടെ തോട്ടും അതിന് റെസ്പെക്റ്റ് കൊടുക്കുക. ഓക്കെ, അവരുടെ രീതി അതാണ്, ആ രീതി. എൻ്റെ മാത്രമാണ് നല്ലത്, ഞാൻ പറയണ മാത്രം ബെറ്റർ എന്ന രീതി ചിന്തിക്കാതെ എല്ലാത്തിനും ഗീവ് എ റെസ്പെക്റ്റ്. ഓക്കെ, എല്ലാത്തിനും നമ്മുടെ തോട്ടിനെയും നമ്മുടെ ചിന്താഗതികളും നമ്മുടെ വിശ്വാസത്തിനെയും നമ്മുടെ രീതി എത്രത്തോളം ബഹുമാനിക്കണോ അതേ ബഹുമാനം മറ്റവരുടെ രീതിക്കും ഉണ്ട് എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടാകാം.